കോഴിക്കോട് പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലയിലെ 1 കിലോമീറ്റർ പരിധിയിലുള്ള വളർത്തു പക്ഷികളെ കൊന്നു നശിപ്പിക്കും. കേന്ദ്ര പക്ഷിപ്പനി നിയന്ത്രണ പ്രോട്ടോക്കോളിന്റെ ഭാഗമായാണ് കള്ളിംഗ്. 4 പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലെ ഒരിടത്തുമാണ് വളർത്തു പക്ഷികളെ കൊന്നൊടുക്കുക. കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പക്ഷികളെയൊക്കെ കൊന്നെടുക്കുന്ന നടപടിയിലേക്ക് കള്ളിങ്ങിലേക്ക് കടക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൂട്ടത്തോടെ പക്ഷികളൊക്കെ കോഴികൾ പ്രത്യേകിച്ചും ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇവയുടെ പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഇവയ്ക്ക് പക്ഷിപ്പനി ഉണ്ടെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്കൊക്കെ കടന്നത്. ആദ്യം തന്നെ ജാഗ്രതാ നടപടികൾ ഭരണകൂടം ആരംഭിച്ചിരുന്നു. ഏതായാലും 14,228 വളർത്തു പക്ഷികളെ കൊന്നൊടുക്കേണ്ടതായി വരുമെന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ കള്ളിംഗ് ആയിരിക്കും നടത്തുന്നത്. നാളെ രാവിലെ 8 മണിയോടുകൂടെ തന്നെ കള്ളിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് ഭരണകൂടം അറിയിക്കുന്നത്. എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടായാലേ ഇത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൊതുവേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതിന് തുടക്കത്തിൽ നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒളവണ്ണ, പെരുമണ്ണ, കക്കോടി, അതോടൊപ്പം തന്നെ പനങ്ങാട് പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ പരിധിയിലെ 44-ാം ഡിവിഷനായ കുളത്തറയിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഈ പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്ററോളം പരിധിയിലാണ് പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടിയിലേക്ക് കടക്കുക. അതിനപ്പുറത്തേക്ക് 10 കിലോമീറ്റർ പരിധിയിൽ സർവൈലൻസ് സോണായി തിരിച്ച് അവിടെയുള്ള കടകളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ, പ്രത്യേകിച്ച് ഈ താറാവ്, കോഴി, കാട തുടങ്ങിയ പക്ഷികളെ വിൽപ്പന നടത്തുന്ന കടകളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ അടയ്ക്കുന്ന നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഏതായാലും ആദ്യഘട്ടമായി കള്ളിംഗ് ആയിരിക്കും, പിന്നെ മോപ്പിംഗ്, അതോടൊപ്പം തന്നെ കോമ്പിംഗ് തുടങ്ങിയ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിലേക്കാണ് ഉള്ളത്. ഏതായാലും നിലവിൽ ഫാമുകളിൽ വളർത്തുന്ന കോഴികൾക്കോ മറ്റോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ജാഗ്രത പാലിക്കണം, പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ടതുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.